നേന്ത്രക്കായ കൊണ്ട് മോരൊഴിച്ച് കറിയാണ് കേട്ടോ. എളുപ്പത്തിലുണ്ടാക്കാം. അതോടൊപ്പം തന്നെ ചോറിന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഞാൻ ഇതുപോലെ ഒരു നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ പുറന്തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇതുപോലൊരു പീലർ കൊണ്ട് നമുക്ക് ഈ പുറന്തൊലിയൊക്കെ നന്നായിട്ട് നമുക്ക് കളഞ്ഞെടുക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള തൊലി പോകാൻ പാടില്ല കേട്ടോ. ഈ പച്ച ഭാഗങ്ങൾ മാത്രം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് എടുത്തു കൊടുക്കാം. ഇനി ഇത് കഴുകി കഷ്ണങ്ങളാക്കി ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചട്ടിയിലേക്കാണ്. നമുക്ക് കൽച്ചട്ടിയിലോ അല്ലെങ്കിൽ വേറെ ഇതുപോലുള്ള ചട്ടിയിലാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ കഷ്ണം ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 വലിയ പച്ചമുളകാണിത് ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടെ ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും, വളരെ എളുപ്പമായിട്ട് വേകും. അപ്പോൾ ഇനി ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് അളവിലുള്ള തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ തേങ്ങയിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും 4 കഷ്ണം ചെറിയ ഉള്ളിയും കുറച്ച് ജീരകവും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബൗളിൽ ഒരു കപ്പ് അളവിലുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. ഈ തൈര് അധികം പുളിയില്ലാത്ത തൈരാണ്. ഇതൊന്ന് നമുക്ക് തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം. ഇനി നമ്മുടെ കായ വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ തട്ടി നോക്കുമ്പോൾ അറിയാം അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. കുറച്ചൊന്ന് ഉടച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ എപ്പോഴും. അങ്ങനെ അത് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ അരച്ച് വെച്ച തേങ്ങാക്കൂട്ട് അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് അല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് നമുക്ക് ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ വേണം വരാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് എപ്പോഴും ചേർക്കുന്നതിന് മുൻപേ തീ ഓഫ് ചെയ്യുക. ചട്ടിയിലായതുകൊണ്ട് നല്ല തീയാണ്, അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിത് ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കായപ്പൊടിയാണ്. കായപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണമെന്നില്ല കേട്ടോ. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഈ പുളി ഇതിനകത്ത് തൈര് കുറച്ച് പുളിയുണ്ടല്ലോ, ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 സ്പൂൺ മുഴുവനില്ല കേട്ടോ, കുറച്ച് പഞ്ചസാര കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് കടുക് താളിച്ചെടുക്കണം. ഉലുവ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില അതെല്ലാം പൊട്ടി വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് ഒരു അല്പം മുളക് പൊടി ആ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് താളിച്ച് ഇതിനകത്തേക്ക്, അതായത് നമ്മുടെ ഈ കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു നേന്ത്രക്കായും ഇച്ചിരി തൈരും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി കാണാം. ബൈ.